ഇന്ന് ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന എല്ലാവരെയും വളരെ സന്തോഷത്തോടും പ്രതീക്ഷയോടും കൂടെ ഈ ഒരു വചന ശുശ്രൂഷയിലേക്കും നിയോഗങ്ങൾ സമർപ്പിച്ചുള്ള ആരാധനയിലേക്കും പ്രത്യേകം സ്വാഗതം ചെയ്യുകയാണ്. ദൈവകൃപയിൽ നിങ്ങളെല്ലാവരും സന്തോഷവും സൗഖ്യവുമായിരിക്കുന്നുവെന്ന് വിശ്വസിക്കുന്നു. ഈ ഒരു ശുശ്രൂഷകൾ നിങ്ങളുടെ ഭവനത്തിനും നിങ്ങളുടെ വ്യക്തി ജീവിതത്തിനും വലിയ നന്മയ്ക്കും അനുഗ്രഹത്തിനും സൗഖ്യത്തിനും സന്തോഷത്തിനും കാരണമാക്കുന്ന പരിശുദ്ധ അമ്മയുടെ വലിയ മാധ്യസ്ഥത്തെ നമ്മൾ ഓർക്കുന്നു. നമ്മൾ അല്പനേരം ദൈവവചനം ശ്രവിച്ച് സമാപന ആരാധനയിലേക്ക് സന്തോഷത്തോടെ പ്രവേശിക്കുകയാണ്. ഈ ദിവസം നിങ്ങളുടെ ജീവിതത്തിൽ വലിയൊരു അനുഗ്രഹത്തിന് കാരണമാകും. നിങ്ങളുടെ ജീവിതം സർവശക്തനായ ദൈവത്താൽ അനുഗ്രഹിക്കപ്പെടും. പരിശുദ്ധ അമ്മയുടെ വലിയൊരു മാധ്യസ്ഥം നിങ്ങളുടെ വ്യക്തി ജീവിതത്തിനും കുടുംബത്തിനും അനുഭവിക്കാൻ കഴിയും. നിങ്ങൾക്കെല്ലാവർക്കും വേണ്ടി ദൈവസന്നിധിയിൽ എളിമയോടെ പ്രാർത്ഥിക്കുന്നു. ദൈവത്തിൻ്റെ കൃപയും സമാധാനവും നിങ്ങളോടുകൂടെ എന്നും എപ്പോഴും എല്ലാ കാലത്തും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയത്തിലേക്ക് നമ്മളെ തന്നെ സമർപ്പിക്കുന്ന ശുശ്രൂഷയായിരുന്നു ഇത്. അതുകൊണ്ട് തന്നെ ഈ അവസാന ദിവസം പരിശുദ്ധ അമ്മയിലുണ്ടായിരുന്ന ഒരു നല്ല മനോഭാവത്തെ നമ്മൾ ചിന്തിക്കുകയാണ്. അത് നമ്മുടെ എല്ലാവരുടെയും ഉയർച്ചയ്ക്ക് കാരണമാകുന്ന ഒരു സ്വഭാവമാണ്. അതാണ് വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 1-ാം അധ്യായം അതിൻ്റെ 50 മുതലുള്ള വാക്യങ്ങളിൽ 52-ാമത്തെ വാക്യത്തിൽ എഴുതിയിട്ടുണ്ട്: ശക്തരെ സിംഹാസനത്തിൽ നിന്ന് മറിച്ചിട്ടു, എളിയവരെ ഉയർത്തി. എളിയവരെ ഉയർത്തുന്ന ഒരനുഭവം പരിശുദ്ധ അമ്മയുടെ ജീവിതത്തിൽ കാണാൻ കഴിയും. പരിശുദ്ധ അമ്മയുടെ ജീവിതത്തിലെ ഒരു അനുഭവമാണ് എളിമയുള്ളൊരു മനോഭാവം. ഞാൻ എന്തോ സംഭവമാണെന്ന ഭാവമല്ല, എളിമയുള്ള മനോഭാവം. വിശുദ്ധ ഗ്രന്ഥത്തിൽ എഴുതിയിട്ടുണ്ട്, എളിമയുള്ളവരെ ദൈവം ഉയർത്തും. ഇന്ന് ഈ ദൈവവചന ശുശ്രൂഷയിൽ പങ്കെടുക്കുമ്പോൾ നിങ്ങളും ചിന്തിക്കുക, എന്തെല്ലാം നമുക്കുണ്ടെങ്കിലും ദൈവം നമുക്ക് തന്നതായിട്ടുള്ള കാര്യങ്ങളെ നമ്മുടെ ജീവിതത്തിലുള്ളൂ. സമ്പത്താണേലും ആരോഗ്യമാണേലും ജീവിതമാണേലും ജോലിയാണേലും എല്ലാം ദൈവം നമുക്ക് തന്നതാണ്. നമ്മൾ പോയി ഒരു സ്ഥലത്തുനിന്ന് മേടിച്ച് സെറ്റ് ചെയ്ത് വച്ചതൊന്നുമല്ല നമ്മുടെ ജീവിതത്തിലുള്ളത്. ദൈവം നമ്മളുടെ അധ്വാനത്തെയും പ്രാർത്ഥനയെയും അനുഗ്രഹിച്ചു തന്ന നന്മകളാണുള്ളത്. എളിമയുള്ളവരെ ദൈവം ഉയർത്തും. നിങ്ങളുടെ തന്നെ ജീവിതത്തിൽ നമ്മളെല്ലാവരും, പ്രസംഗിക്കുന്ന ഞാനും കേൾക്കുന്ന നിങ്ങളും ജീവിതത്തിൽ നല്ലൊരു എളിമയുള്ളവരായി മാറട്ടെ. പരിശുദ്ധ അമ്മയുടെ ജീവിതത്തിൽ കാണുന്നൊരു പ്രത്യേകതയാണ് എളിമയുള്ള ഒരു മനോഭാവം. അങ്ങനെയെങ്കിൽ ദൈവവചനം എളിമയുള്ളവരെ ദൈവം ഉയർത്തുന്നു എന്ന ചിന്തയോട് ചേർത്ത് വെച്ച് നിങ്ങൾക്കൊരു പ്രാർത്ഥിക്കുകയാണ്. വിശുദ്ധ ഗ്രന്ഥം ഫിലിപ്പി ലേഖനത്തിൽ 2-ാം അധ്യായത്തിൽ ഒരാളെ ദൈവം ഉയർത്താനുള്ള കാരണം എഴുതി വച്ചിട്ടുണ്ട്. ഞാൻ ആ വാക്യം വിശുദ്ധ ഗ്രന്ഥത്തിൽ നിന്ന് വായിക്കുകയാണ്. 2-ാം അധ്യായം 6, 7, 8 വാക്യങ്ങൾ. ദൈവത്തിൻ്റെ രൂപത്തിലായിരുന്നെങ്കിലും അവൻ ദൈവവുമായുള്ള സമാനത നിലനിർത്തേണ്ട കാര്യമായി പരിഗണിച്ചില്ല. തന്നെ ശൂന്യനാക്കിക്കൊണ്ട് ദാസൻ്റെ രൂപം സ്വീകരിച്ച് മനുഷ്യരുടെ സാദൃശ്യത്തിൽ ആയിത്തീർന്നു. ആകൃതിയിൽ മനുഷ്യനെപ്പോലെ കാണപ്പെട്ടു. മരണം വരെ, അതേ കുരിശുമരണം വരെ അനുസരണയുള്ളവനായി തന്നെ താഴ്ത്തി. ഞാൻ ദൈവപുത്രനാണ് എന്നും പറഞ്ഞ് സ്വർണ്ണ കസേരയിൽ ഒരു വലിയ രാജാവിരിക്കുന്നത് പോലെ ഇരുന്നൊരു ദൈവത്തെ അല്ല കാണുന്നത്. തന്നെ താഴ്ത്തിയ ഒരു ദൈവത്തെയാണ് കാണാൻ കഴിയുക. അതിനുശേഷം എഴുതിയിട്ടുണ്ട് 9-ാമത്തെ വാക്യം: ആകയാൽ ദൈവം അവനെ അത്യധികം ഉയർത്തി. അവിടെ എഴുതിയിട്ടുണ്ട് ആകയാൽ. ഏതോ ഒരു കാരണം കൊണ്ടാണ് ഈ ഉയർത്തൽ, ഈ ഒരു അനുഗ്രഹം ഉണ്ടായത്. തന്നെ താഴ്ത്തിയപ്പോൾ, ആകയാൽ, അക്കാരണത്താൽ ദൈവം അവനെ ഉയർത്തി എന്നല്ല, അത്യധികം ഉയർത്തി എന്നാണ്. അങ്ങനെയെങ്കിൽ പ്രിയപ്പെട്ടവരെ, പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം പ്രത്യേകമായി യാചിച്ചുകൊണ്ട് നമ്മളും നല്ല സൗകര്യത്തിലും സന്തോഷത്തിലൊക്കെ ജീവിക്കുന്നവരാകാം. ദൈവസന്നിധിയിൽ നമ്മളെ തന്നെ ഒന്ന് എളിമപ്പെടുത്താം. നമ്മളുടെ ഏതു ജീവിത സാഹചര്യത്തിലുള്ളവരാണെങ്കിലും നമ്മളെ തന്നെ ദൈവസന്നിധിയിൽ ഉയർത്തുമ്പോൾ ദൈവം നമ്മെ അത്യധികം ഉയർത്തുവാൻ തുടങ്ങും. പരിശുദ്ധാത്മാവ് നമ്മളെ സഹായിക്കുവാൻ തുടങ്ങും. ദൈവത്തിൻ്റെ ഇടപെടൽ നമ്മൾ അനുഭവിക്കാൻ തുടങ്ങും. ഇതേപോലെ തന്നെ കുറച്ചുകൂടെ മനസ്സിലാകുവാൻ ദാനിയേലിൻ്റെ പുസ്തകം 10-ാം അധ്യായം 12-ാമത്തെ വാക്യം, നമ്മളുടെ പ്രാർത്ഥന കേൾക്കുവാൻ
ദൈവം നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്നത് ഈ മനോഭാവമാണ്. എന്തെങ്കിലും പ്രാർത്ഥിച്ചു എന്നതുകൊണ്ട് പ്രാർത്ഥനയാകണമെന്നില്ല. എന്തെങ്കിലുമൊക്കെ ചെയ്തു എന്ന് വിചാരിച്ചത് ആരാധനയാകണമെന്നില്ല. ദൈവസന്നദ്ധിയിൽ അത് അനുഗ്രഹത്തിന് കാരണമാകുന്നൊരു പ്രാർത്ഥനയാകണമെങ്കിൽ എഴുതിയിരിക്കുന്ന വചനം ഞാൻ വായിക്കുന്നു. 10-ാം അധ്യായം 12-ാമത്തെ വാക്യം. അവൻ പറഞ്ഞു, ദാനിയേലേ, നീ ഭയപ്പെടേണ്ട. ശരിയായി അറിയുന്നതിന് നീ നിൻ്റെ ദൈവത്തിൻ്റെ മുമ്പിൽ നിന്നെ തന്നെ എളിമപ്പെടുത്താൻ തുടങ്ങിയത് മുതൽ, ആ ദിവസം മുതൽ നിൻ്റെ പ്രാർത്ഥന കേട്ടിരിക്കുന്നു. നീ ഒരു കാലേ നിൽക്കാൻ തുടങ്ങിയ കാലം മുതൽ എന്നല്ല, നീ ഉപവാസം എടുക്കാൻ തുടങ്ങിയ കാലം മുതൽ എന്നല്ല, നീ നിന്നെ തന്നെ എളിമപ്പെടുത്താൻ തുടങ്ങിയ നാൾ മുതൽ, ആ ദിവസം മുതൽ ദൈവം നിൻ്റെ പ്രാർത്ഥന കേൾക്കാൻ തുടങ്ങിയിരിക്കുന്നു. അങ്ങനെങ്കിൽ ഈ 33-ാമത്തെ ദിവസം നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ പരിശുദ്ധ അമ്മയിലുണ്ടായിരുന്നൊരു മനോഭാവമാണ് എളിമയുള്ള മനോഭാവം. ആ മനോഭാവത്തോടെ നിങ്ങൾ പ്രാർത്ഥിക്കാൻ തുടങ്ങുമ്പോൾ, നിങ്ങൾ ജീവിക്കാൻ തുടങ്ങുമ്പോൾ, നിങ്ങൾ എന്തു കാര്യവും ചെയ്യാൻ തുടങ്ങുമ്പോൾ ദൈവം നിങ്ങളുടെ പ്രാർത്ഥന കേൾക്കുമെന്ന് മാത്രമല്ല, ദൈവം നിങ്ങളെ അത്യധികം ഉയർത്താൻ തുടങ്ങും. എൻ്റെ ദൈവം നിങ്ങളെ താഴ്ത്തുന്ന ദൈവമല്ല, തകർക്കുന്ന ദൈവമല്ല, അത്യധികം ഉയർത്തുന്ന ദൈവമാണ്. എളിമയോടെ നിന്ന എത്രയോ ജീവിതങ്ങളെ ദൈവം ഉയർത്തിയിട്ടുണ്ട്. എത്രയോ വ്യക്തികൾ അഹങ്കരിച്ചത് കൊണ്ട് ഒന്നും അല്ലാതായി തീർന്നിട്ടുണ്ട്. നിങ്ങൾ തന്നെ എത്രയോ പേരോട് പറയും, ആ വ്യക്തിയെ തകർത്തത് അയാളുടെ അഹങ്കാരമാണ്. എന്തോ ഒരു ഭാവമായിരുന്നു. എളിമയുള്ളവരെ ദൈവവും ഉയർത്തും, മനുഷ്യരും ഉയർത്തും. അഹങ്കരിക്കുന്നവരെ ദൈവവും മാറ്റും, മനുഷ്യരും അവരെ അകറ്റിക്കളയും. എളിമയുള്ള വ്യക്തികളുടെ പ്രാർത്ഥന ദൈവം കേൾക്കും. അങ്ങനെങ്കിൽ കുടുംബമായി ടി വിയിലൂടെയോ ഒരു കമ്പ്യൂട്ടറിന് മുമ്പിലോ മൊബൈലിലൂടെയോ ഒക്കെ ആയിരിക്കും ഇത് കേൾക്കുന്നത്. നിങ്ങളുടെ വ്യക്തിപരമായ ജീവിതത്തിൽ ഈ വചനത്തിലൂടെ ദൈവത്താൽ നിങ്ങൾ അനുഗ്രഹിക്കപ്പെട്ട് ഉയരണമെന്ന് ഉണ്ടെങ്കിൽ പരിശുദ്ധമേടി മനോഭാവം നിങ്ങൾക്ക് ആവശ്യമാണ്. എളിമയുള്ളവരെ ദൈവം ഉയർത്തി. വീണ്ടും ലേഖനത്തിൽ പറഞ്ഞു, അത്യധികം ഉയർത്തി. വീണ്ടും പറഞ്ഞു ദാനിയേലിൻ്റെ പുസ്തകത്തിൽ, എളിമയുള്ളവരുടെ പ്രാർത്ഥന ആ ദിവസം മുതൽ അവൻ്റെ പ്രാർത്ഥന ദൈവം കേൾക്കാൻ തുടങ്ങി. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ആരുമാകട്ടെ എന്നെ കേൾക്കുന്നവർ, പ്രാർത്ഥിക്കുന്ന ഒരാളായിരിക്കാം, ശുശ്രൂഷ നിൽക്കുന്ന ആളായിരിക്കാം, കുടുംബജീവിതക്കാരാകാം, സമർപ്പിത ജീവിതമുള്ളവരായിരിക്കാം, ഏത് പദവിയിലുള്ള ആളായിക്കട്ടെ, നിങ്ങളിൽ നിന്ന് ദൈവം ആഗ്രഹിക്കുന്നത് അഹങ്കാരത്തിൻ്റെ മനോഭാവമല്ല, എളിമയുടെ മനോഭാവമാണ്. ഒന്നുമല്ല, പുഴുപിടിക്കാൻ സാധ്യതയുള്ള ഉറപ്പുള്ള ഒരു ശരീരവുമായിട്ടാണ് ഞാനും നിങ്ങൾ നടക്കുന്നത്. അഭിമാനിക്കാൻ എന്താ ഉള്ളത്? നമ്മളുടെ കണ്ണിൻ്റെ തൊട്ട് മുകളിലിരിക്കുന്ന പിരികം പോലും ഒരു കണ്ണാടിയുടെ സഹായത്തോടെ കാണാൻ കഴിയൂ. നേരിട്ട് കാണാൻ ആർക്കും സാധിക്കില്ല, എല്ലാവർക്കും തുല്യമാണ്. പക്ഷേ കണ്ണും പുരികവും തമ്മിൽ ഒരു വിരലിൻ്റെ അകലമേ ഉള്ളൂ. അത്രയും അടുത്തിരിക്കുന്നതാണ് പിരികം. പക്ഷെ അത് നേരിട്ട് കാണണമെങ്കിൽ 10 രൂപയുടെയോ 50 രൂപയുടെയോ 5000 രൂപയുടെയോ ഒരു കണ്ണാടി നോക്കുമ്പോഴാണ് കണ്ണിൻ്റെ തൊട്ട് മുകളിലിരിക്കുന്ന പിരികം പോലും എനിക്ക് നിങ്ങൾക്ക് കാണാൻ കഴിയുക. അത്രയേ ഉള്ളൂ. എത്ര വലിയവനായിക്കൊള്ളട്ടെ, അവൻ്റെ കണ്ണിൻ്റെ തൊട്ട് മുകളിലുള്ള പിരികം പോലും നേരിട്ട് ഡയറക്റ്റ് കാണാൻ കഴിയില്ല. അത്രയും നിസ്സാരരാണ് ഓരോ വ്യക്തികളും. അങ്ങനെയെങ്കിൽ ഇന്ന് ഞാൻ നിങ്ങളോട് പറയട്ടെ, ദൈവം എളിമയുള്ളവരെ ഉയർത്തും. എളിമയുള്ള കുടുംബങ്ങളെ ദൈവം ഉയർത്തും. എളിമയുള്ള യുവതി യുവാക്കളെ ദൈവം ഉയർത്തും. എളിമയുള്ള ശുശ്രൂഷകരെ ദൈവം ഉയർത്തും. എളിമയുള്ളവരെ ദൈവം ഉയർത്തും. നിങ്ങളൊരു ബിസിനസ് നടത്തുന്ന ആളായിരിക്കും, എന്തോ ഒരു ഭാവം ആണെന്ന് വിചാരിച്ചിരുന്നാൽ ആരും നിങ്ങളുടെ സ്ഥാപനത്തിൽ പോലും വരത്തില്ല. നിങ്ങളുടെ ഒരു കാര്യത്തിനും സമീപിക്കുക പോലുമില്ല. എളിമയുള്ള ഒരാളാണോ, നിങ്ങളുടെ അടുത്ത ആളുകൾ വരും, നിങ്ങളുടെ സ്ഥാപനത്തിൽ ആളുകൾ വരും, നിങ്ങളുടെ വീട്ടിൽ ആളുകൾ വരും, പല കാര്യത്തിലും നിങ്ങളെ സമീപിക്കും. കാരണം നിങ്ങൾ ഒരു സാധാരണ എളിമയുള്ളൊരു മനുഷ്യനാണെന്ന് അവർ അടക്കം പറയും. നല്ലൊരു മനുഷ്യനാണ്, നല്ലൊരു കുടുംബമാണ്, എളിമയുള്ള കുടുംബമാണ്, അഹങ്കാരമൊന്നുമില്ല. എളിമയുള്ളവരെ ദൈവവും ഇഷ്ടപ്പെടും, മനുഷ്യരും ഇഷ്ടപ്പെടും. എളിമയുള്ളവരെ ദൈവവും ഉയർത്തും, മനുഷ്യരും ഉയർത്തും. എളിമയുള്ളവരെ ദൈവം ഉയർത്തുമെന്ന് മാത്രമല്ല, അവരുടെ പ്രാർത്ഥനയ്ക്ക് പോലും വിലയുണ്ട്. എളിമയോടെ നിന്ന് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന എഴുതിയിരിക്കും, ദാനിയേലേ, നീ നിന്നെ തന്നെ എളിമപ്പെടുത്താൻ തുടങ്ങിയ ആ ദിവസം മുതൽ നിൻ്റെ പ്രാർത്ഥന കേൾക്കുവാൻ തുടങ്ങിയിരിക്കുന്നു എന്നാണ്. കാനായിലെ കുടുംബത്തിലെ ഒരു പ്രധാനപ്പെട്ട കാര്യം കൂടി ഇതിനോട് ചേർത്ത് വച്ച് ഈ ശുശ്രൂഷയുടെ ആ സമാപന സമയത്തിലേക്ക് വരികയാണ്. കാനായിലെ കുടുംബത്തിൽ വീഞ്ഞ് തീർന്നു പോയി. ആ സമയത്ത് അമ്മ ചെന്ന് ഈശോയോട് പറയുന്നു, ഈ കുടുംബത്തിൽ ഇനി വിളമ്പാൻ ഈ വീഞ്ഞില്ല. യേശു തിരിച്ചു ചോദിച്ചു, സ്ത്രീ, എനിക്കും നിനക്കും എന്ത്? പക്ഷെ അമ്മ അവിടെയുള്ള ആളുകളോട് പറഞ്ഞു, അവൻ നിങ്ങളോട് എന്തെങ്കിലും പറഞ്ഞാൽ നിങ്ങളതൊന്ന് അനുസരിക്കണം എന്ന് ആ സമയത്ത് അവരോട് പറഞ്ഞു. അതിനുശേഷം യേശു എന്താ പറഞ്ഞെന്നറിയാമോ? യേശു ആ വീട്ടിൽ ഉറക്കെ പറഞ്ഞൊരു കാര്യമുണ്ട്, കൽഭരണികളെടുത്ത് നിരത്തി വയ്ക്കുവിൻ. കൽഭരണി എന്ന വാക്കിൽ തന്നെ ആ പാത്രത്തിൻ്റെ പ്രത്യേകത എഴുതിയിട്ടുണ്ട്. അകത്തിരിക്കുന്ന നല്ല കാര്യങ്ങൾക്ക് പ്രധാനമായും ഉപയോഗിക്കുന്ന വിലയുള്ള പാത്രമല്ല കൽഭരണി.
കാല് കഴുകാൻ അന്നത്തെ കാലത്തെ പാരമ്പര്യമനുസരിച്ച് കാല് കഴുകാൻ വെള്ളം വയ്ക്കുന്ന പാത്രത്തിൻ്റെ പേരാണ് കൽഭരണി. വീഞ്ഞു വെക്കുന്ന പാത്രങ്ങൾ, വിലയുള്ള നല്ല പാത്രങ്ങൾ അകത്ത് വേറെയുണ്ട്. പക്ഷെ ഒരു അത്ഭുതം നടക്കുവാൻ നിങ്ങൾ വീഞ്ഞ് ഇത്രയും നാൾ സൂക്ഷിച്ചിരുന്ന ആ പാത്രങ്ങളെടുത്ത് പുറത്തേക്ക് വെക്കാനല്ല പറഞ്ഞത്. അധികം ആരും വലിയ പരിഗണന കൊടുക്കാത്ത, വലിയ വില കൽപ്പിക്കാത്ത പാത്രങ്ങളിലൊന്നാണ് കൽഭരണി. അത് വീട്ടിൽ ഒരാൾ പുറത്തു പോയി തിരിച്ചു വരുമ്പോൾ കാല് കഴുകി വേണം വീട്ടിലേക്ക് പ്രവേശിക്കാൻ. കാല് കഴുകാനുള്ള വെള്ളം വയ്ക്കുന്ന പാത്രമാണ് കൽഭരണി. പക്ഷെ ഒരു അത്ഭുതം ദൈവം ചെയ്യുവാൻ ആഗ്രഹിച്ചപ്പോൾ വീട്ടിലെ നല്ല പാത്രങ്ങളും നല്ല വിലയുള്ള പാത്രങ്ങളും എടുത്ത് നിരത്തി വയ്ക്കാനല്ല പറഞ്ഞത്. നിങ്ങളുടെ കണ്ണിൽ വിലയുള്ളതായി നിങ്ങൾക്ക് തോന്നുന്നില്ലാത്ത ആ കൽഭരണികളുണ്ടല്ലോ, അതെടുത്ത് നിരത്തി വയ്ക്കാനാണ് പറഞ്ഞത്. ഇനി വീഞ്ഞാക്കാൻ വേണ്ടി തെരഞ്ഞെടുത്ത വെള്ളമുണ്ടല്ലോ, കിണറ്റിൽ കുഴിക്കിടന്നൊരു വെള്ളമാണ്. അത് അരിച്ചിട്ടെടുക്കാൻ പോലും പറഞ്ഞില്ല, അത് കോരി നിറയ്ക്കാനാണ് പറഞ്ഞത്. നമ്മളൊരു നല്ല കാര്യത്തിനാണെങ്കിൽ പറയില്ലേ, അതിനകത്ത് കമ്പും കോലും കരടൊക്കെ കാണും, നന്നായിട്ട് അരിക്കണം, നല്ല വൃത്തിയായിട്ട് ശുചീകരിച്ച വെള്ളം കൊണ്ടുപോയി വെക്കാൻ പറയില്ലേ. യേശു പറഞ്ഞു കോരി നിറയ്ക്കാനാണ് പറഞ്ഞത്. അപ്പോൾ ആ വെള്ളം കിടന്നത് കുഴിയിലാണ്. കുഴിയിൽ കിടന്ന വെള്ളമാണ് കോരി എടുത്ത് നിറച്ചത്. പ്രിയപ്പെട്ടവരെ, ആ വെള്ളവും ആ പാത്രമൊക്കെ ഇന്നും നമ്മൾ ഓർക്കാൻ എന്നാ കാരണം? എളിമയുള്ളവരെ ദൈവം എന്ന് ഓർക്കാൻ പാകത്തിന് ദൈവം ആകാശത്തോളം ഉയർത്തി നിർത്തും. അത് ദൈവത്തിൻ്റെ ഒരു ക്രമീകരണമാണ്, ദൈവത്തിൻ്റെ പദ്ധതിയിൽ നടക്കുന്നൊരു കാര്യമാണ്. നമ്മൾ എന്തൊക്കെയോ വലിയ ആളാണെന്ന് ചിന്തിക്കുന്ന ആളുകളൊന്നും അധികമായ വലിയ നിലകളിലൊന്നും എത്തിയിട്ടില്ല. നിങ്ങൾ തന്നെ കേട്ടിട്ടുണ്ടാകും ചില അധ്യാപകർ അഭിപ്രായം പറയുന്നത്. അവരുടെ ക്ലാസ്സിൽ മിടുമിടുക്കരായ കുട്ടികൾ അനേകരുണ്ടാകാം. അവരുടെ പെൻഷൻ പറ്റുന്ന പ്രായം വരെയും അവർ ഒരുപാട് കുട്ടികളെ കാണുകയും നല്ല മാർക്ക് മേടിച്ചവരെ ആദരിക്കുകയും ചെയ്ത ഒത്തിരി ഓർമ്മകളുണ്ട്. പെൻഷനൊക്കെ പറ്റിക്കഴിഞ്ഞ് അവരുടെ സാധാരണ ജീവിതയാത്രയിൽ അവർ പണ്ട് പഠിപ്പിച്ചു വിട്ട പല കുട്ടികളെയും ബസ്സിൽ വെച്ചോ ടൗണിൽ വെച്ചോ ഏതെങ്കിലും എയർപോർട്ടിൽ വെച്ചോ എവിടെയെങ്കിലുമൊക്കെ കാണും. ചിലപ്പോൾ ചില കുട്ടികൾ വന്ന് സാറിനെ പരിചയപ്പെടും. സാറേ എന്നെ ഓർമ്മയുണ്ടോ? ടീച്ചറെ എന്നെ ഓർമ്മയുണ്ടോ? അപ്പോൾ അധ്യാപകർ ഇങ്ങനെ പെട്ടെന്ന് ഓർമ്മയുടെ കടലാസുകൾ പെട്ടെന്ന് പുറകോട്ട് മറിക്കുമ്പോൾ അത്ര ഓർമ്മ കിട്ടില്ല. കാരണം അത്ര ഓർക്കാൻ പാകത്തിന് അവർ ഒന്നിൻ്റെ കാര്യത്തിനും മുന്നിലല്ലായിരുന്നു. അവരൊന്നും അന്നത്തെ ക്ലാസ്സിൽ പ്രധാനപ്പെട്ട റോളുകൾ വഹിച്ച സ്കൂൾ ലീഡർമാരോ ഒന്നാം സമ്മാനം മേടിച്ചതിൻ്റെ പേരിൽ സ്കൂളിൻ്റെ അധികൃതർ ആദരിച്ച കുട്ടികളിൽപ്പെട്ട ഒരാളോ ഒന്നും ആയിരിക്കണമെന്നില്ല. അപ്പോൾ അവർ പറയും, ഞങ്ങൾ ഇന്നയാണ് സാറിൻ്റെ ക്ലാസ്സിൽ ഇരുന്നിട്ടുണ്ട്, ഞാൻ ഇന്ന ബെഞ്ചിലാണ് അന്ന് ഇരുന്നു, സാറിനെ ഓർക്കുന്നുണ്ടോയെന്ന് അറിയത്തില്ല, ഞാൻ പല വിഷയങ്ങൾക്കും തോറ്റിട്ടുണ്ട്, സാറിനെ അടിച്ചിട്ടുണ്ട്. ഇതൊക്കെ പറയുമ്പോൾ സാർ തിരിച്ചു ചോദിക്കും, ഇപ്പോൾ എന്ത് ചെയ്യുന്നു? അപ്പോൾ അവർ പറയും, ഞാൻ ഇന്ന രാജ്യത്താണ്, ഞാൻ ഇന്ന് ജോലിയിലാണ്. അപ്പോൾ തിരിച്ച് ഈ അധ്യാപകൻ ചോദിക്കാൻ നീയോ? നിന്നെ എനിക്ക് ഓർമ്മ വരുന്നുണ്ട്. അപ്പോൾ ഈ സാറൊക്കെ പിന്നീട് വീട്ടിൽ പോയി അവരുടെ സൗഹൃദ വലയങ്ങളിൽ കുടുംബങ്ങളിൽ പറയാറുണ്ട്, ഞാൻ എൻ്റെ ഒരു സ്റ്റുഡൻറ്റിനെ കണ്ടു, ഒത്തിരി സന്തോഷമായി, എവിടെ എത്തുമെന്നൊന്നും വിചാരിച്ചതല്ല, ഒരിക്കലും അങ്ങനെ ഒരു പദവിയിൽ ആ മനുഷ്യൻ എത്തുമെന്ന് വിചാരിച്ചതല്ല. ദൈവം ഉയർത്തി. നമ്മൾ നമ്മുടെ കാഴ്ചപ്പാടിൽ, നമ്മുടെ ബുദ്ധിയിൽ ഈ എഴുതിത്തള്ളുന്ന കുറേ ആളുകളുണ്ട്. ആർക്കും വേണ്ടാത്ത മൂലക്കല്ലൊക്കെ ഉണ്ട്. അവരൊന്നും പറയും, നീ വീട്ടിലും കൊള്ളാത്തവനാണ്, നാടിനും കൊള്ളാത്തവനാണ്, സ്കൂളിലും നീ പുറകിലാണ്. പ്രിയപ്പെട്ടവരെ, എളിമയുള്ളവരെ ഉണ്ടല്ലോ സ്വർഗത്തിലെ ദൈവം കാണും. ഈ എളിമയുള്ളവരെ ദൈവം കാണുമെന്ന് മാത്രമല്ല, അവരെ ദൈവം ഉയർത്തും. ദൈവം അവരെ ഉയർത്തും. അതാണ് നമ്മുടെ സാധാരണ മലയാളത്തിൽ ഒരു ചൊല്ലുണ്ട്, താണ നിലത്തെ നീരോടു. ഒരു ഗ്ലാസ് വെള്ളം ഇവിടെ ഒഴിച്ചാൽ കയറ്റപ്പുറത്തേക്കല്ല വെള്ളം ഒഴുകുന്നത്, താഴേക്കതൊഴുകും, താഴോട്ടതൊഴുകും. ഇതുപോലെ എളിമയുള്ളവരുടെ ജീവിതങ്ങളിലേക്കാണ് ദൈവത്തിൻ്റെ അനുഗ്രഹവും പകരത്തുള്ളൂ, ഒഴുകത്തുള്ളൂ. വെള്ളം പോലെ തന്നെയാണ് ദൈവത്തിൻ്റെ കൃപയും. ഞാനെന്തോ ഭാവമാണെന്ന ചിന്തയുള്ള ജീവിതങ്ങളിലേക്കല്ല ദൈവം തന്നെ അനുഗ്രഹങ്ങളെ പകരുന്നത്. ജെറമിയ എന്നാ പറഞ്ഞത്? ജെറമിയായുടെ ദൈവം പറഞ്ഞു, നീ വലിയ കാര്യങ്ങൾക്ക് വേണ്ടി ഞാൻ കണ്ടവനാണ്. ജെറമിയ പറഞ്ഞു, എനിക്ക് സംസാരിക്കാൻ പോലും വലിയ കഴിവില്ലാത്ത ആളാണ്, എനിക്ക് സംസാരിക്കാൻ വലിയ കഴിവില്ല. എന്നാൽ ഞാൻ വേറൊരാളെ എടുക്കാമെന്നല്ല പറഞ്ഞത്. അങ്ങനെ എളിമപ്പെടാൻ ആ പ്രവാചകനിൽ, ആ മനുഷ്യനിൽ ഒരു എളിമയുണ്ടായിരുന്നു. എനിക്കതിനുള്ള കഴിവില്ല. ആ വ്യക്തിയാണ്, ആ പ്രവാചകനാണ് 50 അധ്യായങ്ങൾ എഴുതി വെച്ചത്. സംസാരിക്കാൻ പോലും കഴിവില്ലാത്ത ജെറമിയ പ്രവാചകൻ്റെ പുസ്തകം എടുത്തു നോക്കൂ, എത്ര പേജുകളാണ് എഴുതിയിട്ടുള്ളത് അദ്ദേഹം. എത്രയോ പ്രസംഗങ്ങൾ അദ്ദേഹം അന്നത്തെ കാലത്ത് നടത്തി. ശക്തമായ പ്രഭാഷണം നടത്തിയ ഒരാളാണ് ജെറമിയ. എങ്ങനെ നടത്തി? സംസാരിക്കാൻ പോലും എനിക്ക് പാഠവുമില്ല, ഞാൻ കേവലം ബാലനാണെന്ന് ദൈവസന്നിധിയിൽ പറഞ്ഞിട്ടപ്പോൾ ദൈവം പറഞ്ഞു, നീ കേവലം ബാലനാണെന്ന് പറയരുത്, നീ ഒരു കഴിവില്ലെന്ന് പറയരുത്. പ്രിയപ്പെട്ടവർ, എളിമയുള്ളവരെ വലിയ കാര്യങ്ങൾക്കായി ദൈവം പ്രയോജനപ്പെടും. ഇനി സാധാരണ നിലകളിലുള്ളവരോട് പറയട്ടെ, നിങ്ങൾ ഒരുപക്ഷെ പറയും, ഇന്നെനിക്കൊന്നും ഇല്ലല്ലോ, ഇനി എന്നാ എളിമപ്പെടാനുള്ളത്, ഇന്നില്ലെങ്കിൽ നാളെ ദൈവം വാരിക്കോരി തരും.
അന്നേരം അഹങ്കരിക്കാതിരുന്നാൽ മതി. എന്തൊക്കെ ജീവിതത്തിൽ വന്നിട്ടുണ്ടോ അത് ദൈവം നിനക്ക് തന്നതാണ്. ദൈവം നിനക്ക് തന്നതുകൊണ്ടാണ് ഇതൊക്കെ നിൻ്റെ ജീവിതത്തിൽ ഇങ്ങനെ ഇരിക്കുന്നത്. അല്ലാതെ നീ അധ്വാനിച്ചത് കൊണ്ട് മാത്രമല്ല ഒന്നും ജീവിതത്തിൽ വന്നത്. ദൈവത്തിൻ്റെ അനുഗ്രഹമുള്ളത് കൊണ്ടാണ്. അത് മറക്കാതിരിക്കുക. നമുക്കങ്ങനെയെങ്കിൽ ഈ ഒരു 33-ാമത്തെ ദിവസത്തെ പ്രാർത്ഥനാ വചനം അവസാനിക്കുമ്പോൾ നമ്മുടെ ഉള്ളിൽ പരിശുദ്ധ അമ്മയുടെ ഒരു നല്ല മനോഭാവം, എളിമയുള്ള മനോഭാവം. ഒന്ന് കണ്ണുകളെ അടച്ച് നിങ്ങൾ തന്നെ ഒന്ന് പ്രാർത്ഥിക്കാമോ? നിങ്ങളുടെ ജീവിതത്തിൽ ഈ മനോഭാവം ഉണ്ടാകട്ടെ, എളിമയുള്ളൊരു മനോഭാവം ഉണ്ടാകട്ടെ. എനിക്കെല്ലാ സൗകര്യങ്ങളും ഉണ്ട്, വീടുണ്ട്, എനിക്ക് ആരുടെ സഹായം ആവശ്യമില്ല, അങ്ങനെയൊന്നും നിങ്ങൾ പറയരുത്. നിങ്ങൾക്ക് ദൈവത്തിൻ്റെ സഹായം ആവശ്യമാണ്. നിങ്ങൾക്ക് മനുഷ്യരുടെ സഹായം ആവശ്യമാണ്. ദൈവത്തിൻ്റെ അനുഗ്രഹം നിങ്ങൾക്ക് വേണം. അതിന് വേണ്ട ഒരു കാര്യം എളിമയുള്ള മനോഭാവമാണ്. മനുഷ്യരുടെ മുമ്പിലും നാം എളിമയുള്ളവരായിരിക്കണം. ദൈവത്തിൻ്റെ മുമ്പിൽ അതിനേക്കാൾ എളിമയുള്ള മനസ്സോടെ ഇരിക്കണം. പ്രിയപ്പെട്ട ദാനിയേലിൻ്റെ പുസ്തകത്തിൽ ആ വചനം ഒന്ന് ഓർത്തേ. ദാനിയേലേ, നീ ഭയപ്പെടേണ്ട. നിന്നെ തന്നെ നീ എളിമപ്പെടുത്താൻ തുടങ്ങിയ ദിവസം മുതൽ, ആ ടൈം മുതൽ, ആ സമയം മുതൽ നിന്റെ പ്രാർത്ഥന സ്വർഗം കണ്ടിരിക്കുന്നു, കേട്ടിരിക്കുന്നു. ദാനിയേലേ, നീ ഭയപ്പെടേണ്ട. എളിമയുള്ള മനസ്സോടെ പ്രാർത്ഥിക്കുന്ന സമയം ദൈവത്തിനറിയാം. അതുകൊണ്ടാണ് പരിശുദ്ധ അമ്മ പറഞ്ഞത്, എളിമയുള്ളവരെ ദൈവം ഉയർത്തുന്നു. യേശുവിൻ്റെ മനോഭാവം അതായിരുന്നു. തന്നെ തന്നെ താഴ്ത്തി, ആകയാൽ ദൈവം അവനെ അത്യധികം ഉയർത്തിയെന്നാണ്. കർത്താവേ, ഈ വചനം ഇന്ന് ശ്രവിച്ച നിയോഗത്തോടെ പങ്കെടുക്കുന്ന ലക്ഷക്കണക്കിന് കുടുംബങ്ങൾ, പ്രാർത്ഥനയോടെ ഈ വചനം കേൾക്കുന്ന ആയിരക്കണക്കിന് ആളുകൾ എല്ലാവരെയും ചേർത്ത് വയ്ക്കുന്നു. ഞങ്ങളുടെ എല്ലാം പ്രസംഗിക്കുന്ന എന്നിലും കേൾക്കുന്ന നിങ്ങളിലും, ഏത് പദവിയിലോ ഏത് സ്ഥാനമാനങ്ങളിലോ എത്ര വലിയ നിലകളിലോ ഉള്ള ആളുകളായിക്കൊള്ളട്ടെ, എത്ര സാമ്പത്തികം നിങ്ങൾക്കുണ്ടായിക്കൊള്ളട്ടെ, നിങ്ങൾ മനുഷ്യരുടെ മുമ്പിലും ദൈവത്തിൻ്റെ മുമ്പിലും എളിമയുണ്ടെങ്കിൽ മാത്രമേ നിങ്ങളുടെ പ്രാർത്ഥന ദൈവം കേൾക്കത്തുള്ളൂ. ദൈവം നിങ്ങളെ അത്യധികം ഉയർത്തുകയുള്ളൂ. ഒരിക്കൽ കൂടി ദൈവത്തിൻ്റെ ഈ ദൂത് പരിശുദ്ധമ്മയുടെ മാധ്യസ്ഥം തേടി അറിയിക്കുകയാണ്. കാനായിലെ കുടുംബത്തിൽ യേശു എടുക്കാൻ പറഞ്ഞത് കൽഭരണിയാണ്. നല്ല കുറേ പാത്രങ്ങളുള്ളതെല്ലാം വൃത്തിയുള്ളതും കാണാൻ കൊള്ളുന്നതും വിലയുള്ളതും പാത്രങ്ങൾ എടുത്ത് വയ്ക്കണ്ടേ? കാരണം അത്ഭുതമല്ലേ ചെയ്യുന്നത്. അത്ഭുതം ചെയ്യാൻ വരെ തിരഞ്ഞെടുത്തത് കുഴി കിടന്ന വെള്ളവും കാല് കഴുകാൻ വെള്ളം വച്ചിരുന്ന കൽഭരണിയുമാണ്. കുഴി കിടന്ന എന്നെയും ഒന്നിനും കൊള്ളില്ല എന്ന് പറഞ്ഞ് തള്ളിക്കളഞ്ഞ ഞാനെന്ന പാത്രത്തെയുമായിരിക്കും വലിയ കാര്യങ്ങൾക്ക് ദൈവം പ്രയോജനപ്പെടുത്തുക. വലിയ കാര്യങ്ങൾക്ക് പ്രയോജനപ്പെടുത്തുക. ഞാനൊന്നിനും കൊള്ളാത്തവനാണ്, എന്നെ ഒന്നും ആർക്കും വേണ്ട, അങ്ങനൊന്നും പറയരുത്. ദൈവത്തിൻ്റെ ദൃഷ്ടിയിൽ നീ വിലയുള്ളവനാണ്, നീ പ്രിയപ്പെട്ടവനാണ്. ദൈവത്തിന് നിന്നെക്കുറിച്ചൊരു പദ്ധതിയുണ്ട്. നിന്നെ ദൈവം അത്യധികം ഉയർത്തും. ദൈവം നിന്നെ അത്യധികം അനുഗ്രഹിക്കും. നിൻ്റെ പ്രാർത്ഥന ദൈവം കേൾക്കും. നിൻ്റെ പ്രാർത്ഥനയ്ക്ക് ദൈവം മറുപടിയും നൽകും. കർത്താവ് ഈ വചനം കേട്ട എല്ലാ പ്രിയപ്പെട്ടവരെയും തുടർന്നുള്ള ആരാധനയിലേക്കും പ്രാർത്ഥനയിലേക്കും പ്രവേശിക്കുമ്പോൾ പരിശുദ്ധാത്മാവിൽ നിറച്ച് എല്ലാവരെയും അനുഗ്രഹിക്കണമേ എന്ന് ഞങ്ങൾ വിനയത്തോടെ എളിമയോടെ പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവ് ഈ വചനത്തിൻ്റെ ബോധ്യവും അനുഗ്രഹവും നമുക്കെല്ലാവർക്കും സമൃദ്ധമായ നിലയിലും അളവിലും നമുക്ക് നൽകട്ടെ. എളിമയുള്ളവരെ ദൈവം ഉയർത്തും.